എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്കാലയിൽ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ഹോട്ടലിലാണ് ഇന്നലെ രാത്രി താമസിച്ചത്. മൂന്നാം ദിവസത്തെ യാത്രയ്ക്കായി ഞങ്ങൾ ഹോട്ടലിലെ റൂമിൽ നിന്നും ഇറങ്ങി. പ്രഭാത ഭക്ഷണത്തിനായി റെസ്റ്റോറന്റിൽ എത്തി. ഇവിടെ നിന്നും 200 കിലോമീറ്റർ യാത്ര ചെയ്തു ഗയയിലെ നളന്ദ ആർക്കിയോളജിക്കൽ സൈറ്റ്, മഹാബോധി ടെമ്പിൾ, സാൻസാങ് മെമ്മോറിയൽ ഹാൾ മുതലായവ കാണാൻ പോകുന്നത്. ആറുവരി ഗംഗാ പാലം എന്നും അറിയപ്പെടുന്ന ആൻഡസ്മാരിയ പാലം ബീഹാറിലെ ബെഗുസാരായ്, പട്ന ജില്ലകളിലെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിരവധി ദേശീയ, സംസ്ഥാന പാതകൾ ഉൾപ്പെടെ വിപുലമായ ഒരു റോഡ് ശൃംഖലയാണ് ബീഹാറിനുള്ളത്. എല്ലാ ജില്ലകളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനായി ശൃംഖല വികസിപ്പിക്കുന്നതിൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഹൈവേകൾ വീതികൂട്ടുകയും നവീകരിക്കുകയും ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന പദ്ധതികളിൽ സംസ്ഥാനം പ്രവർത്തിക്കുന്നു. NH-19, NH-20, NH-27 തുടങ്ങിയ ദേശീയ പാതകളും സംസ്ഥാന പാതകളും ബീഹാറിനെ പ്രധാന ഇന്ത്യൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുകയും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് കണക്ടിവിറ്റി നൽകുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാം സമ്പർക്ക് യോജന ഉൾപ്പെടെയുള്ള ഗ്രാമീണ റോഡ് വികസനത്തിൽ സംസ്ഥാനം ഗണ്യമായ നിക്ഷേപം നടത്തുന്നു. ഇന്ത്യ ലോകമെമ്പാടുമുള്ള നിരവധി വിദേശ സഞ്ചാരികളെ ആകർഷിച്ചു. വരും തലമുറകൾക്ക് അവരുടെ കണ്ണുകളിലൂടെ കാലത്തിലൂടെയും സ്ഥലത്തിലൂടെയും ഉള്ള യാത്രാനുഭവം വായിക്കാനും ആസ്വദിക്കാനും വേണ്ടി അവർ തങ്ങളുടെ അനുഭവങ്ങൾ ക്രോണിക്കിളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു സഞ്ചാരിയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ഒരു സ്മാരക ഹാൾ ഇന്ന് നമ്മൾ സന്ദർശിക്കുകയാണ്. നവനളന്ദ മഹാവിഹാരയിൽ നിർമ്മിച്ച ഷുവാൻസാങ് മെമ്മോറിയൽ ഹാൾ. പുരാതന നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഹാൾ ചൈനീസ് പണ്ഡിതനും സഞ്ചാരിയുമായ ഹ്യുയാൻ സാങ്ങിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. നളന്ദയിൽ വിദ്യാർത്ഥിയായിരിക്കുകയും പിന്നീട് പുരാതന നളന്ദ മഹാവിഹാരിൽ അധ്യാപകനായി മാറുകയും ചെയ്ത ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായ സന്യാസിയായ ഷുവാൻ സാങ്ങിന്റെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുകയും നാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നളന്ദയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കഷ്ടിച്ച് 1.3 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹരമായ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. 1957 ജനുവരിയിലാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഷുവാൻ സാങ്ങിന്റെ തിരുശേഷിപ്പുകൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ടിബറ്റിലെ പഞ്ചൻ ലാമയിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഒരു ഹാൾ നിർമ്മിക്കുന്നതിനുള്ള എൻഡോവ്മെന്റും സ്വീകരിച്ചത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സംരംഭം. 1960 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1984 പൂർത്തിയായി. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ആദരണീയനായ ചൈനീസ് ബുദ്ധ സന്യാസിയുടെ ഒരു പ്രമുഖ പ്രതിമ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു.
സുവാൻസാങ്ങിന്റെ രക്ഷാധികാരിയായ മൈത്രേയുടെ ഒരു ചുവർച്ചിത്രം പ്രധാന പ്രതിമയ്ക്ക് പിന്നിൽ കാണപ്പെടുന്നു. സുവാൻസാങ്ങിന്റെ ജീവിതം, യാത്രകൾ, ബുദ്ധമതത്തിലേക്കുള്ള സംഭാവനകൾ എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ ചിത്രങ്ങളും വാചകങ്ങളും ചുവരുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരക്കേറിയ ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സമാധാനവും ശാന്തവുമായ പ്രതിഫലനത്തിനായി ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഹാൾ സവിശേഷമായ ചൈനീസ് വാസ്തുവിദ്യാ ഘടകങ്ങൾ പ്രദർശിപ്പിക്കുന്നു, ഇത് ദൃശ്യപരമായി വ്യത്യസ്തമാക്കുന്നു. ഡിസൈൻ പരമ്പരാഗത ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് ക്ഷേത്ര വാസ്തുവിദ്യയെ അനുകരിക്കുന്നു. തടി ഫ്രെയിമിംഗും വിശാലമായ ഇവുകളും ഊന്നിപ്പറയുന്നു. സങ്കീർണമായ മരബീമുകളും റാഫ്റ്ററുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പരമ്പരാഗത നിറങ്ങളിൽ, ചിലപ്പോൾ ചുവപ്പും സ്വർണവും വരച്ചിരിക്കുന്നത് ഗംഭീരവും തുറന്നതുമായ ഒരു അനുഭവം സൃഷ്ടിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തെ ഡിസൈൻ പ്രതിഫലിപ്പിക്കുന്നു. സുവാൻസാങ്ങിന്റെ യാത്രയെയും പണ്ഡിത സംഭാവനകളെയും ആദരിക്കുന്നു. ഉയർന്നതും വിശദവുമായ മേൽക്കൂര സമാധാനപരവും പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു ഇന്റീരിയറിന് സംഭാവന നൽകുന്നു. ഇത് ധ്യാനത്തിന് അനുയോജ്യമാക്കുന്നു. സ്മാരക സമുച്ചയത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രവേശിച്ചതിന് ശേഷം വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അലങ്കരിച്ച ചുറ്റുമതിലിലോ മണ്ഡപത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. മണി ഒരു വലിയ ഇരുണ്ട നിറമുള്ള വെങ്കല ഘടനയാണ്. മിക്ക പാശ്ചാത്യ മണികളിൽ നിന്നും വ്യത്യസ്തമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു മരക്ഷണം അതിനെതിരെ വീശിയാണ് ഇത് പുറത്തുനിന്ന് അടിക്കുന്നത്. ഭാഗ്യത്തിനായുള്ള ഒരു പരമ്പരാഗത ആംഗ്യമായി മണി മുഴക്കാൻ സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രജ്ഞപരമിത ഹൃദയസൂത്രം മണിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മണിയും ഹാളും തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലനിൽക്കുന്ന സാംസ്കാരിക ബന്ധത്തിന്റെയും പങ്കിട്ട ബുദ്ധമത ചരിത്രത്തിന്റെയും പ്രതീകമായി വർത്തിക്കുന്നു. ഇത് ഒരു ജൈനമത ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മഹാവീരൻ നിർവാണം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുകയും ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് താമരകൾ നിറഞ്ഞ ടാങ്കുള്ള ജൽ മന്ദിർ, നളന്ദയ്ക്ക് സമീപം ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. കറുത്ത കല്ലിൽ നിർമ്മിച്ച ഒരു അതുല്യ പ്രതിമയാണ് കറുത്ത ബുദ്ധൻ. നളന്ദയ്ക്ക് അടുത്താണ് ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നളന്ദയ്ക്ക് സമീപം നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ ഈ പ്രതിമ കറുത്ത ബസാൾട്ട് പാറയിൽ കൊത്തിയെടുത്തതാണ്. തന്റെ പ്രബുദ്ധതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ബുദ്ധൻ ഭൂമിയെ വിളിക്കുന്നതിനെ ഇത് പ്രതിനിധീകരിക്കുന്നു. കാലക്രമേണ പ്രദേശവാസികൾ ഇതിനെ തെലിയ ബാബ എന്ന പേരിൽ ആരാധിക്കാൻ തുടങ്ങി. ഇത് രോഗശാന്തി ശക്തികളുമായി ബന്ധപ്പെടുത്തി. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുരാതന നളന്ദ സർവകലാശാല ക്യാമ്പസിലാണ്. ഇവിടെ ഞങ്ങൾ ഒരു ഗൈഡിനെ ഹയർ ചെയ്തു. അയാൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തന്നു. ബീഹാറിലെ പുരാതന ബുദ്ധ സന്യാസ സർവകലാശാലയായ നളന്ദ അധിനിവേശങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. ഏകദേശം 1193 മുഹമ്മദ് ബക്തിയാർ ഖിൽജി അതിന്റെ വിശാലമായ ലൈബ്രറി കത്തിക്കുകയും പണ്ഡിതന്മാരെ കൊല്ലുകയും ചെയ്തു. ഇത് നൂറ്റാണ്ടുകളായി ക്രമേണ നാശത്തിന് കാരണമായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനങ്ങളിൽ സ്തൂപങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവ അതിന്റെ മനോഹരമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. നളന്ദ മുമ്പ് ആക്രമണങ്ങൾ നേരിട്ടിരുന്നു, എന്നാൽ അന്തിമ നാശം ബക്തിയാർ ഖിൽജിയുടെ സൈന്യത്തിൽ നിന്നാണ് ഉണ്ടായത്. അവർ നളന്ദ സർവകലാശാല ലൈബ്രറി കത്തിച്ചു. അപാരമായ അറിവാണ് നശിച്ചത്. ഒരു കാലത്ത് മഹത്തായ സർവകലാശാല ജീർണാവസ്ഥയിലായി. സ്ഥിരതാമസമാക്കിയ ഒരു ഗ്രാമം നൂറ്റാണ്ടുകളായി മണ്ണിനടിയിലായി നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർ ആദ്യമായി 1811 ഈ സ്ഥലം കണ്ടെത്തി. 1915 ആരംഭിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം നടത്തി വിപുലമായ സന്യാസ സമുച്ചയം കണ്ടെത്തി. വലിയൊരു പ്രദേശം ഉൾക്കൊള്ളുന്ന സ്തൂപങ്ങൾ, ആരാധനാലയങ്ങൾ, പ്രഭാഷണ ഹാളുകൾ, ഡോർമിറ്ററികൾ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ കാണാം. ഏഷ്യയിലുടനീളമുള്ള പണ്ഡിതന്മാരെ ആകർഷിച്ച സ്ഥാപന നിർമ്മാണം
ആസൂത്രണം, കല, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു മാസ്റ്റർപീസ് ആയിരുന്നു ഇത്. ഖനനത്തിൽ നിന്ന് നിരവധി ശില്പങ്ങൾ, പ്രത്യേകിച്ച് ബുദ്ധന്റെ സ്റ്റെക്കോ ആർട്ട്, അപൂർവ കൈയെഴുത്തു പ്രതികൾ എന്നിവ കണ്ടെത്തി. അത് അതിന്റെ പണ്ഡിത മഹത്വം പ്രതിഫലിപ്പിക്കുന്നു. And upper is Park period. Okay. You are looking different type of wall constructions. And now you see Gupta dynasty bricks size. So you are looking. This is one bricks. Not only one. Now you see a brick. Long brick. Very long, about 15 to 18 inch long, 10 to 25, and 2 to 3 thickness. Correct. According to carbon dating, because carbon dating is the best technique for calculation. നളന്ദയുടെ ഇന്നത്തെ അവശിഷ്ടങ്ങൾ വടക്ക് നിന്ന് തെക്ക് വരെ ഏകദേശം 488 മീറ്റർ വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 244 മീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഖനനങ്ങളിൽ 11 മൊണാസ്ട്രികളും 6 പ്രധാന ഇഷ്ടിക ക്ഷേത്രങ്ങളും ക്രമീകൃതമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ട് 30 മീറ്റർ വീതിയുള്ള ഒരു പാത പടിഞ്ഞാറ് ക്ഷേത്രങ്ങളുമായും കിഴക്ക് ആശ്രമങ്ങളുമായും നീളുന്നു. മിക്ക ഘടനകളും ഒന്നിലധികം കാലഘട്ടങ്ങളിലെ നിർമ്മാണത്തിന്റെ തെളിവുകൾ കാണിക്കുന്നു. അവ പണിത ഇഷ്ടികളുടെ ഘടന നോക്കിയാൽ മതി. പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പല കെട്ടിടങ്ങളിലും കുറഞ്ഞത് ഒരു തവണയെങ്കിലും തീപിടുത്തമുണ്ടായതിന്റെ ലക്ഷണങ്ങളും ഉണ്ട്. Now you are looking this line of monastery line, monastery teachers used to look so this line that wall. Got it. And this line temple. This one. Temple. Yeah, temple line. Because this university was the great enlightenment center of Mahayana. So you are looking at smaller cells. These are all rooms. നളന്ദയിലെ എല്ലാ മൊണാസ്ട്രികളും വിന്യാസത്തിലും പൊതുവായ രൂപത്തിലും വളരെ സമാനമാണ്. അവയുടെ പദ്ധതിയിൽ ഒരു ചതുരാകൃതിയിലുള്ള ആകൃതി ഉൾപ്പെടുന്നു. മധ്യഭാഗത്തുള്ള ചതുരാകൃതിയിലുള്ള കോർട്ടും ഒരു വരാന്തയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അത് സന്യാസിമാർക്കായി ഒരു പുറം നിര സെല്ലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വിഹാര വാസ്തുവിദ്യയുടെ ഒരു സാധാരണ രൂപകൽപ്പന. ആശ്രമത്തിലേക്ക് നയിക്കുന്ന പ്രവേശന കവാടത്തിന് അഭിമുഖമായുള്ള മധ്യഭാഗത്തെ സെൽ ഒരു ആരാധനാലയ അറയാണ്. അതിന്റെ തന്ത്രപരമായ സ്ഥാനം അർത്ഥമാക്കുന്നത് കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്നത് അതായിരിക്കുമെന്നാണ്. ആശ്രമങ്ങളെല്ലാം പടിഞ്ഞാറോട്ട് അഭിമുഖമാണ്. കിഴക്ക് ഭാഗത്ത് അഴുക്കുചാലുകൾ ഒഴുകുന്നു. കെട്ടിടങ്ങളുടെ തെക്പടിഞ്ഞാറ് മൂലയിൽ പടികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്നത് നളന്ദ ക്യാമ്പസിലെ ലേഔട്ടാണ്. നമ്മുടെ ഗൈഡ് അതിനെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊണാസ്ട്രി ഒരു ആണ് ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മൊണാസ്ട്രിയായി കണക്കാക്കപ്പെടുന്നത്, കൂടാതെ 9 നിലകളോളം നിർമ്മാണം കാണിക്കുന്നു. ഇതിന്റെ താഴത്തെ ആശ്രമം 9 നൂറ്റാണ്ടിൽ ദേവപാലന്റെ ഭരണകാലത്ത് ശ്രീവിജയ രാജാവായ ബാലപുത്രദേവൻ സ്പോൺസർ ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കെട്ടിടം ആദ്യം കുറഞ്ഞത് 2 നിലകളെങ്കിലും ഉയരമുള്ളതായിരുന്നു. അതിൽ ഇരിക്കുന്ന ബുദ്ധന്റെ ഒരു ഭീമാകാരമായ പ്രതിമ ഉണ്ടായിരുന്നു. ക്ഷേത്ര നമ്പർ 3 നളന്ദയുടെ ഘടനകളിൽ ഏറ്റവും പ്രതീകാത്മകമാണ്. അതിന്റെ മുകളിലേക്ക് നയിക്കുന്ന ഒന്നിലധികം പടികളുണ്ട്. പിൽക്കാല നിർമ്മാണങ്ങളാൽ നിർമ്മിക്കപ്പെടുകയും വലുതാക്കുകയും ചെയ്ത ഒരു ചെറിയ ഘടനയായിരുന്നു ഈ ക്ഷേത്രം. അന്തിമ ഘടന തുടർച്ചയായ നിർമ്മാണങ്ങളുടെ ഫലമാണെന്ന് പുരാവസ്തു തെളിവുകൾ കാണിക്കുന്നു. ഈ നിരയിലുള്ള ക്ഷേത്രങ്ങളിൽ 5ാമത്തേതാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തമല്ലാത്ത സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്ത ഇഷ്ടികകളിൽ തീയതികൾ ആലേഖനം ചെയ്തിരിക്കുന്നതായി നളന്ദയുടെ നിർമ്മാണ പാളികൾ, പ്രതിരൂപങ്ങൾ, രേഖകൾ എന്നിവ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഖനന അവശിഷ്ടങ്ങളിൽ പ്രകടമായ സ്ഥലപരമായ ഓർഗനൈസേഷൻ അതിന്റെ വ്യവസ്ഥാപിത ആസൂത്രണം പ്രകടമാക്കുന്നു. ക്ഷേത്രസമാനമായ ചൈത്യരൂപവും അടിസ്ഥാന സൗകര്യങ്ങളാൽ സമ്പന്നമായ വിഹാരങ്ങളുടെ ചതുരാകൃതിയിലുള്ള രൂപവും ബുദ്ധമതക്കാരുടെ പവിത്രമായ വാസ്തുവിദ്യയും പാർപ്പിട പഠന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിൽ നളന്ദയുടെ സംഭാവനയെ പ്രാമാണീകരിക്കുന്നു. ബുദ്ധമത വിശ്വാസ വ്യവസ്ഥയിലും മഹായാനത്തെ വജ്രയാനത്തിലേക്ക് മാറ്റാൻ പ്രാപ്തമാക്കിയ അതിന്റെ സ്റ്റെക്കോ, കല്ല്, ലോഹക്കലകൾ ഐക്കണോഗ്രാഫിക് സവിശേഷതകൾ നിലനിർത്തുന്നു. ചരിത്രപരമായി നളന്ദ വിപുലമായ ബുദ്ധമത സാഹിത്യ പഠനത്തിനുള്ള പ്രധാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു.
AD 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല എന്ന നിലയിൽ അത് വിദൂരങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും സഞ്ചാരികളെയും ആകർഷിച്ചു. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു നളന്ദ. കൂടാതെ തെക്ക്, മധ്യ, കിഴക്ക്, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും സഞ്ചാരികളെയും ആകർഷിച്ചു. AD 5-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ സർവകലാശാല അഭിവൃദ്ധി പ്രാപിച്ചു. മഗധ മേഖലയ്ക്ക് ആത്മീയതയുമായും പാണ്ഡിത്യവുമായും വളരെ മുമ്പുതന്നെ ബന്ധമുണ്ടായിരുന്നു. ഐതിഹ്യം അനുസരിച്ച് ഭഗവാൻ ബുദ്ധൻ ഈ പ്രദേശം സന്ദർശിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. നളന്ദയിലെ മഹാസ്തൂപം സരിപുത്ര സ്തൂപം എന്നും അറിയപ്പെടുന്നു. നളന്ദ സർവകലാശാല അവശിഷ്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകമാണിത്. ബുദ്ധന്റെ ശിഷ്യനായ സരിപുത്രനെ ആദരിക്കുന്നതിനായി BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി നിർമ്മിച്ചതാണ് ഇത്. പുരാതന പഠനത്തെയും ബുദ്ധമത ഭക്തിയെയും പ്രതീകപ്പെടുത്തുന്ന ടെറസുകൾ, ആരാധനാലയങ്ങൾ, സങ്കീർണമായ സ്റ്റെക്കോ ജോലികൾ എന്നിവയുള്ള പിരമിഡ് പോലുള്ള ഘടന ഇതിൽ ഉൾപ്പെടുന്നു. Later, I am looking that line, all are monasteries. Yes. We have seen monasteries, we have seen monasteries, and this line, പുരാതന സന്യാസ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഒരു പ്രധാന ഭാഗം നൂറ്റാണ്ടുകളായി ബുദ്ധമതത്തിന്റെ വികാസത്തെയും സംഘടിത പഠനത്തെയും പ്രതിനിധീകരിക്കുന്നു. വ്യത്യസ്തമായ തട്ടുകളുള്ള രൂപകൽപ്പനയുള്ള പ്രധാന സ്തൂപ സമുച്ചയം, പുരാവസ്തു മേഖലയ്ക്കുള്ളിലെ നിരവധി ചെറിയ സ്തൂപങ്ങൾ, ആശ്രമങ്ങൾ, ആരാധനാലയങ്ങൾ, സ്റ്റെക്കോ, കല്ല്, ലോഹം എന്നിവയിലെ കലയുടെ അവശിഷ്ടങ്ങൾ. അവസാനമായി പറയാനുള്ളത്, പുരാതന ഇന്ത്യൻ ബുദ്ധ സന്യാസ് ജീവിതത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും മഹത്വം പ്രദർശിപ്പിക്കുന്ന ഒരു സുപ്രധാന ചരിത്ര സ്ഥലമാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ ഹോട്ടലിലാണ് ഇന്നത്തെ നമ്മുടെ താമസം. നാളെയും നമ്മൾ ബീഹാറിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. ബീഹാർ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.